ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചൂട് ചായയുടെ ഇടയ്ക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അന്നേരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് ഇത്രയും കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു 3 പാളയന്തോടൻ പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ജീരകം, പിന്നീട് കുറച്ച് ഏലക്കാപ്പൊടിയും ശർക്കരപ്പാനിയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ചുകൂടെ ഒന്നുകിൽ വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഇവിടെ മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ശർക്കരപ്പാനി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതിനെക്കാട്ടി കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. പിന്നീട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്ത് ശേഷമുള്ളതാണിത്. ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഓരോ ബോൾസാക്കി എടുക്കാവുന്നതാണ്. അന്നേരം ബോൾസ് ആക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൂകിയിട്ട് ബോൾസ് ആക്കുക കേട്ടോ. അന്നേരം കയ്യിലൊന്നും പറ്റി പിടിക്കില്ല. എന്നിട്ട് വലിയ ബോൾസ് ആക്കാതിരിക്കുക. ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കുക. എന്നെങ്കിലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ അടുപ്പിലേക്ക് ഒരു ചീനിച്ചട്ടിയാണ്, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേവിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതിന് താങ്ക് യു. ബൈ.